ഇറാൻ അമേരിക്ക സംഘർഷം ഒരു ഇടവേളയിലെത്തി നിൽക്കുന്നതായി തോന്നിപ്പിച്ചിരുന്ന സമയത്ത് വീണ്ടും അതിനെ രാഷ്ട്രീയ ചൂടിലേക്ക് തള്ളിയിടുന്ന നിർണായക നീക്കമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ഇസ്ലാമാബാദ് യാത്ര. യുദ്ധം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നിന്ന് സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താമോ എന്ന ചോദ്യത്തിലേക്ക് ലോകം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം അതീവ വലുതാണ്. ഇസ്ലാമാബാദ് വീണ്ടും ലോക നയതന്ത്രത്തിന്റെ കേന്ദ്രമായി അങ്ങനെ മാറുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുമോ എന്ന ആശങ്കയും പ്രതീക്ഷയും ഒരുമിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. നേരത്തെ നടന്ന ചർച്ചകൾക്ക് വ്യക്തമായ ഫലം ലഭിക്കാതെ പോയതും അതിനു പിന്നാലെ അമേരിക്ക കടൽ ഉപരോധം ശക്തമാക്കിയതും സ്ഥിതിഗതികൾ കൂടുതൽ കടുപ്പത്തിലാക്കിയിരുന്നു. അതിനാൽ ഇപ്പോഴത്തെ ഓരോ നയതന്ത്ര നീക്കവും യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ശേഷിയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് അവസാനഘട്ട റിപ്പോർട്ടുകൾ.